ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. 1/2 കപ്പ് ചെറുപയറുപരിപ്പ് കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. ഇത് നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ച് നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. ചെറുപയറുപരിപ്പ് നല്ലോണം കളർ മാറി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വെക്കാം. ഇത് തണുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 1 കപ്പ് പച്ചരി എടുത്ത് കഴുകി 10 മിനിറ്റ് ഡ്രൈ ആക്കി വെച്ചേക്കണത് കേട്ടോ. ഡ്രൈ ആക്കി വെക്കുമ്പോൾ ഒരുപാട് നേരം ഡ്രൈ ആവരുത്, കുറേശ്ശെ ഈർപ്പുണ്ടാവണം. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടൊക്കെ വേണം. അതുപോലെയാണ് ഒരുപാട് ഡ്രൈ ആയി പോവരുത്. ഇനി നമുക്കിത് റവയുടെ പാകത്തിന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അതേ ജാറിലേക്ക് വറുത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതും തരി തരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത പരിപ്പിന്റെ പൊടി പാനിലേക്ക് ഇടുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് കപ്പിലാണോ അരിയും പരിപ്പും അളന്നെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. 3/4 കപ്പ് വെള്ളം ചേർക്കാം. പാല് വേണ്ടാന്നുള്ളൊരു വെള്ളം തന്നെ ആഡ് ചെയ്താൽ മതിയിട്ട. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ചെയ്യരുത്. മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണം തീ കത്തിച്ച് വെക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും. പാലും വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും പരിപ്പും അരിപ്പൊടിയും ഒക്കെ നല്ലോണം വെന്തും കിട്ടും. നമുക്ക് പെട്ടെന്ന് ആവൂട്ട, കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് 3/4 കപ്പ് ചിരകിയ ശർക്കര ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര ചൂടാവുമ്പോൾ ഒന്നും കൂടി ഇത് ലൂസാവും. ഇനി കട്ട പിടിക്കില്ല കേട്ടാ. ഇങ്ങനെ സ്പാച്ചില വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയിക്കോളും. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഇത് പാനിന്ന് വിട്ട് വരാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർക്കണം. 3/4 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് താഴെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നാളികേരം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഈ സ്റ്റേജ് ആവണം കേട്ടോ. പാനിൽ നിന്ന് വിട്ട് വരും വേണം. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിക്കോളൂ. ഇനി നമുക്ക് ഈ മിക്സ് തണുക്കാനായിട്ട് വയ്ക്കാം. തണുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് തണുത്തു പോവരുത്. കയ്യിലൊന്ന് പിടിക്കാൻ പാകത്തിന് തണുക്കണം. കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിന് മിക്സ് തണുത്തുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് നെയ്യ് തേക്കുന്നുണ്ട്. മുൾഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും. നമ്മൾ തണുക്കാൻ വെച്ച കാരണം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ചൂടുള്ളപ്പോൾ തന്നെ ചെയ്യണേ. ഇനി 2 കയ്യിൽ നെയ്യ് തേച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതുപോലെ ഈ മിക്സ് ഉണ്ടാക്കി ഒരാഴ്ച വരെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റൂട്ട. എപ്പോൾ വേണോ നമുക്ക് അതനുസരിച്ച് ഇത് ഉണ്ടാക്കിയാൽ മതി. ഈ അപ്പം ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇല എടുത്തിട്ടുണ്ട്. ഇലയുടെ മുകളിൽ കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്ന് ഒരു ബോൾസ് എടുത്ത് നമുക്ക് ഇതിൽ വെക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്യുക. കിഴി പോലെ ക്ലോസ് ചെയ്തതിന് ശേഷം നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. ഓരോ ബോൾസും ഇതുപോലെ കിഴിയാക്കി എടുക്കാം. എല്ലാം കിഴിയാക്കി എടുത്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റീം ചെയ്തും എടുക്കാം, അല്ല തവയിൽ വെച്ച് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ആവാട്ട. ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ നമുക്ക് ചെയ്യാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതെടുത്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് കേട്ടോ. ഈ മിക്സ് നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുത്ത് ഒരു ഇലയിൽ വെച്ച് ആവി കയറ്റി എടുത്താൽ ഇലയുടെ സ്മെല്ലും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും. നമ്മുടെ ട്രഡീഷണൽ അപ്പമാണ് ഇത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.